World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, World and PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഞങ്ങളുടെ FB പേജായ World and PSC എന്ന FB പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ അറിവുകളും അതോടൊപ്പം തന്നെ PSC അനുബന്ധമായിട്ടുള്ള റിസൾട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങളുടെ പേജിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 2018 അറിയിപ്പിനെ കുറിച്ചിട്ടാണ്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം വരുന്ന നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇന്ന് ഇടുന്നത്. നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 660/2012 പ്രകാരം പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സ്റ്റഡീസ് മലയാളം മീഡിയം തസ്തികയിലേക്ക് 2018 മാർച്ച് 23 മുതൽ ഏപ്രിൽ 27 വരെ PSC പാലക്കാട് ജില്ലാ ഓഫീസിലും കാറ്റഗറി നമ്പർ 539/2014 പ്രകാരം സാങ്കേതിക വിദ്യാഭ്യാസ എഞ്ചിനീയറിംഗ് കോളേജുകൾ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തസ്തികകളിലേക്ക് 2018 ഏപ്രിൽ 4, 5, 6, 11 തീയതികളിൽ തിരുവനന്തപുരം PSC ആസ്ഥാന ഓഫീസിലും വെച്ച് ഇന്റർവ്യൂ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് TR പ്രൊഫൈൽ സന്ദർശിക്കുക. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈൻ പരീക്ഷയെ കുറിച്ചിട്ടാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻ അഗ്രികൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിങ് പട്ടികവർഗക്കാരിൽ നിന്നുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് 420/2017 തസ്തികകളിലേക്ക് 2018 ഏപ്രിൽ 10 രാവിലെ 10 മുതൽ 12:15 വരെ എറണാകുളത്തെ പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഓൺലൈൻ പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ OTR പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് OMR പരീക്ഷ. കാറ്റഗറി നമ്പർ 231/2016 പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, കാറ്റഗറി നമ്പർ 286/2017 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി പട്ടികജാതി പട്ടികവർഗക്കാരിൽ നിന്നുമുള്ള പ്രത്യേക തിരഞ്ഞെടുപ്പ് കാറ്റഗറി നമ്പർ 277/2017 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി തസ്തികകളിലേക്ക് 2018 ഏപ്രിൽ 2 രാവിലെ 10:30 മുതൽ 12:15 വരെയും കാറ്റഗറി നമ്പർ 120/2017 പ്രകാരം വനം വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ, കാറ്റഗറി നമ്പർ 659/2017 പ്രകാരം എക്സൈസ് വകുപ്പിൽ ഡ്രൈവർ, കാറ്റഗറി നമ്പർ 244/2017 പ്രകാരം ജയിൽ വകുപ്പിൽ വാർഡൻ ഡ്രൈവർ തസ്തികയ്ക്ക് 2018 ഏപ്രിൽ 4 രാവിലെ 10:30 മുതൽ 12:15 വരെയും കാറ്റഗറി നമ്പർ 111/2017 പ്രകാരം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ പ്ലംബർ തസ്തികയിലേക്ക് 2018 ഏപ്രിൽ 6 നടക്കുന്ന രാവിലെ 10:30 മുതൽ 12:15 വരെയുള്ള പരീക്ഷയ്ക്കും കാറ്റഗറി നമ്പർ 339/2017 പ്രകാരം കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് 2018 ഏപ്രിൽ 9 രാവിലെ 10:30 മുതൽ 12:15 വരെയും നടക്കുന്ന OMR പൊതുപരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ OTR പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒറ്റത്തവണയുള്ള വെരിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. കാറ്റഗറി നമ്പർ 214/2016 പ്രകാരം ഡ്രഗ്സ് കൺട്രോളർ വകുപ്പിൽ ഡ്രഗ്സ് ഇൻസ്പെക്ടർ തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 2018 ഏപ്രിൽ 3 തിരുവനന്തപുരം PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ വെരിഫിക്കേഷൻ നടത്തുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ത്യൻ മെഡിക്കൽ സർവീസ് വകുപ്പിൽ
കാറ്റഗറി നമ്പർ 91/2016 പ്രകാരം പ്ലംബർ കം ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 2018 ഏപ്രിൽ 4 രാവിലെ 9 മണി മുതൽ തിരുവനന്തപുരം ജില്ലാ PSC ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ വെരിഫിക്കേഷൻ നടത്തുന്നു. കാറ്റഗറി നമ്പർ 504/2016 പ്രകാരം കേരള സെറാമിക്സ് ലിമിറ്റഡ് അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 2018 ഏപ്രിൽ 4 മുതൽ 5 വരെ തിരുവനന്തപുരം PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ വെരിഫിക്കേഷൻ നടത്തുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചർ ഇൻ ബയോകെമിസ്ട്രി തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 2018 ഏപ്രിൽ 10, 11 തീയതികളിൽ തിരുവനന്തപുരം PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ വെരിഫിക്കേഷൻസ് നടത്തുന്നു. കാറ്റഗറി നമ്പർ 415/2013 തിരുവനന്തപുരം ജില്ലയിലെ NCC സൈനിക ക്ഷേമ വകുപ്പിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് വിമുക്ത ഭടന്മാരിൽ നിന്ന് മാത്രമാണത്. തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 2018 ഏപ്രിൽ 10 മുതൽ 13 വരെ രാവിലെ 9 മണി മുതൽ തിരുവനന്തപുരം ജില്ലാ PSC ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ വെരിഫിക്കേഷൻസ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് OTR പ്രൊഫൈൽ സന്ദർശിക്കുക. ഇനി അറിയിപ്പുകളാണ് പറയുന്നത്. കേരള പബ്ലിക് സർവീസ് ആൻഡ് കമ്മീഷനിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വിധം വിവിധ വകുപ്പ്, കമ്പനി, ബോർഡ്, കോർപ്പറേഷനുകൾക്ക് ഈ വേക്കൻസി സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഒഴിവുകൾ സ്വീകരിക്കുന്ന രീതി തപാൽ അഥവാ ഇമെയിൽ മുഖേന റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ 2018 സെപ്റ്റംബർ 30 വരെ തുടരുന്നതാണ്. അതോടൊപ്പം കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കാറ്റഗറി നമ്പർ 90/17, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് കാറ്റഗറി നമ്പർ 88/2017, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 92/2017, കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഹിന്ദി, കേൽപ്പാം ലേസൺ ഓഫീസർ കം അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ, എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി സർവീസ് ക്വാട്ട കാറ്റഗറി നമ്പർ 188/2016, ശാരീരിക ക്ഷമതാ പരീക്ഷയ്ക്ക് എൻട്രൻസ് ടെസ്റ്റ് മുന്നോടിയായിട്ടുള്ള ചുരുക്കപ്പട്ടിക എക്സൈസ് വകുപ്പിൽ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ 501/2017. ഇവയുടെ എല്ലാം ചുരുക്കപ്പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിക്കൽ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ പഞ്ചകർമ്മ 1 NCA LCII കാറ്റഗറി നമ്പർ 504/2017, കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മലയാളം പട്ടികവർഗക്കാർക്ക് മാത്രമുള്ള പ്രത്യേക നിയമനമാണിത്. കോഴിക്കോട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ 3 NCA SIUC നടാർ കാറ്റഗറി നമ്പർ 177/2017 ഇന്റർവ്യൂ എത്രയും വേഗം തന്നെ നടക്കുന്നതാണ്. ഇനി സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ചാൻസ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 418/2017, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ വകുപ്പിൽ ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ സാധ്യതാ പട്ടികകൾ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഒരുപാട് PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അറിയിപ്പുകളാണ്. 2018 ഈ മാർച്ചും ഏപ്രിലുമായിട്ട് വരുന്ന മാസങ്ങളിലെ അറിയിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. തീർച്ചയായും വീഡിയോസ് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക, ദയവായി മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. Till then, bye bye and thank you for watching my channel.